Hello, this is Malayalam Tutorials. Malayalam Tutorialsന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ടർട്ടിൽ മൊഡ്യൂളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മലയാളത്തിൽ ആമ മൊഡ്യൂൾ എന്ന് പറയാം. മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കോഡുകളാണ്. ആ കോഡുകളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉപയോഗപ്പെടുത്താം. ഉദാഹരണത്തിന് ഒരു ചിത്രകാരൻ്റെ ഒരു ടൂൾ ബോക്സ്, അതൊരു മൊഡ്യൂളായിട്ട് നമുക്ക് സങ്കല്പിക്കാം. നമുക്കതിൽ നിന്ന് ക്യാൻവാസ് എടുക്കാം, ബ്രഷസ് എടുക്കാം, കളേഴ്സ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു പെയിൻറ്റിങ്, ഒരു ആർട്ട് വർക്ക് ചെയ്യാം. അതുപോലെ ആശാരിയുടെ ഒരു ടൂൾ ബോക്സ്, ഇത് മറ്റൊരു മൊഡ്യൂളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ നമുക്ക് ഒരു പ്രത്യേക പർപ്പസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കൂട്ടം ടൂൾസ്, ഫങ്ഷൻസ്, മെത്തേഡ്സ്, ക്ലാസ്സസ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായി മൊഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ടർട്ടിൽ മൊഡ്യൂളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടർട്ടിൽ മൊഡ്യൂൾ പൈത്തണിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു മൊഡ്യൂളാണ്. നമ്മുടെ ഫയലിലേക്ക് അതിനെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് ടർട്ടിൽ എന്ന് കൊടുക്കുകയാണ് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടർട്ടിൽ മൊഡ്യൂളിലുള്ള ഫംഗ്ഷനുകളൊക്കെ ഉപയോഗപ്പെടുത്താം. ടർട്ടിൽ മൊഡ്യൂൾ ആക്ച്വലി ചിത്രങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ഗ്രാഫിക്സ് വർക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ്. നമുക്കൊരു ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്കൊരു ക്യാൻവാസ് വേണം, ഒരു പേന വേണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ടി എന്ന് പറയുന്നൊരു വേരിയബിളിന് ടർട്ടിൽ മൊഡ്യൂളിൽ നിന്നും പേന നമ്മൾ എടുക്കുകയാണ്. ടർട്ടിൽ ഡോട്ട് പെൻ പാരന്തസിസ്. അപ്പോൾ ടി എന്ന് പറയുന്ന സാധനം ഇപ്പോഴെന്താണ്? ഒരു പേനയാണ്. ടർട്ടിൽ മൊഡ്യൂളിലുള്ള പേനയായിട്ടാണ് നമ്മൾ ടി എന്ന് പറയുന്ന വേരിയബിളിനെ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളിത് എൻ്റർ ചെയ്യുന്നതോടുകൂടി മറ്റൊരു വിൻഡോ നമുക്ക് തുറന്നു വന്നു. അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാം പൈത്തൺ ടർട്ടിൽ ഗ്രാഫിക്സ്. അതിൻ്റെ നടുവിൽ ചെറിയൊരു ഐക്കൺ കാണാം. പൈത്തൺ നമുക്ക് തന്നിട്ടുള്ള ക്യാൻവാസ്, അതിൻ്റെ നടുവിലുള്ളതാണ് നമ്മൾ പറഞ്ഞ പെൻ. നമുക്കതിനെ ആമ എന്നും മനസ്സിലാക്കാം, ടർട്ടിൽ എന്നും മനസ്സിലാക്കാം. ആമ വളരെ പതുക്കെയാണ് നീങ്ങുക അല്ലേ? അതേ സ്വഭാവം തന്നെയാണ് ഇതിനും ഉള്ളത്. ടി ഡോട്ട് ഫോർവേഡ് പാരന്തസിസിനകത്ത് 100. ടർട്ടിലോട് നമ്മൾ പറയുകയാണ് ഫോർവേഡ്, എങ്ങോട്ടാണോ തിരിഞ്ഞ് നിൽക്കുന്നത് അങ്ങോട്ട് നേരെ മുന്നോട്ട് നടന്നോളൂ, 100 പിക്സൽ ദൂരത്തേക്ക് നടന്നോളൂ എന്നതാണ്. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ലൈന് വരച്ചുകൊണ്ട് അത് മുന്നോട്ട് 100 പിക്സൽ അപ്പുറത്തേക്ക് നീങ്ങിയതായിട്ട് കാണാം. ഇടതുഭാഗത്തേക്ക് തിരിയൂ 90 ഡിഗ്രി ആംഗിളിൽ എന്ന് നമ്മളൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. ടി ഡോട്ട് ലെഫ്റ്റ് ബ്രാക്കറ്റിൽ 90. അപ്പോൾ ആൾ തിരിഞ്ഞ് നിന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ വീണ്ടും പറയുകയാണ് ആ ഡയറക്ഷനിൽ ഒരു 100 പിക്സൽ വീണ്ടും നടക്കൂ, ടി ഡോട്ട് ഫോർവേഡ്. അപ്പോൾ വീണ്ടും ആൾ മുന്നോട്ട് നീങ്ങി. വീണ്ടും നമ്മൾ ടിയാനോട് ഇടതുവശത്തേക്ക് 90 ഡിഗ്രി തിരിയാൻ പറഞ്ഞു. വീണ്ടും മുന്നോട്ട് നടക്കാൻ പറയുന്നു. വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിയാൻ പറഞ്ഞു. വീണ്ടും മുന്നോട്ട്. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. റീസെറ്റ് ചെയ്യാൻ ടി ഡോട്ട് റീസെറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്ക് തുടർച്ചയായ ഒരു ലൈൻ വരക്കാതെ ഇടവിട്ട് ലൈൻ വരക്കണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ ടർട്ടിലിനോട് പുറകോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ടി ഡോട്ട് ബാക്ക്വേർഡ് 200. പക്ഷേ വരച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പുറകോട്ട് പോയത്. അപ്പോൾ നമുക്ക് ടർട്ടിലിനെ പുറകോട്ട് മാറ്റുകയും വേണം, ആ വര അവിടെ കാണാനും പാടില്ല. അപ്പോൾ നമ്മൾ ടി ഡോട്ട് ക്ലിയർ എന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈന് അവിടെ നിന്ന് മാഞ്ഞു പോകും. നമ്മൾ വീണ്ടും നിർദ്ദേശം കൊടുക്കുകയാണ് മുന്നോട്ട് ഒരു 100 പിക്സൽ. ഇനി നമുക്കൊരു ഗ്യാപ്പാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആമയെ ഒന്ന് പൊക്കി പിടിക്കാം, ടി ഡോട്ട് അപ്പ്. അപ്പോൾ ആമ ക്യാൻവാസിൽ നിന്ന് പൊങ്ങി. ഇനി വീണ്ടും ഒരു 50 പിക്സൽ മുന്നോട്ട് പോകാൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ലൈൻ ഇല്ലാതെ ആമ ഒരു 50 പിക്സൽ മുന്നോട്ട് പോയി. ഇനി വീണ്ടും ആളെ താഴേക്ക് ഇറക്കണം. അപ്പോൾ ടി ഡോട്ട് ഡൗൺ. ഇനി വീണ്ടും ടി ഡോട്ട് ഫോർവേഡ് 100 പിക്സൽ. വീണ്ടും നമ്മൾ ആമയെ പൊക്കി പിടിച്ചു, ടി ഡോട്ട് അപ്പ്. വീണ്ടും മുന്നോട്ട് നീങ്ങി ഒരു 50 പിക്സൽ. വീണ്ടും നമ്മൾ ആമയെ താഴേക്ക് വെച്ചു, ടി ഡോട്ട് ഡൗൺ. ഇനി നമുക്ക് ആളെ റൈറ്റ് സൈഡിലേക്ക് തിരിക്കാം, ടി ഡോട്ട് റൈറ്റ് 90 ഡിഗ്രി. വീണ്ടും ടി ഡോട്ട് ഫോർവേഡ്. നമുക്കെപ്പോഴും 90 ഡിഗ്രി തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് ഏത് ആംഗിളും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് 45 ഡിഗ്രി. ഇനി നമ്മൾ ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിലാണ് നമ്മുടെ ടർട്ടിൽ നീങ്ങുക. ഓക്കെ, ടർട്ടിൽ ഗ്രാഫിക്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാണ്. ഈ വീഡിയോയിൽ കേവലം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടീഷനുകളെക്കുറിച്ചും ലൂപ്പുകളെക്കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ടർട്ടിൽ ഗ്രാഫിക്സിലേക്ക് വരുന്നതാണ്. ഇത് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സോ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ ഗുഡ് ബൈ.